വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിലെ 24-25 വചനങ്ങളാണ് ഇവിടെ ഞാൻ ഓതിയത്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു വചനം തന്നെയാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ. അല്ലാഹു ഒരു നല്ല വചനത്തെ എങ്ങനെയാണ് ഉപമിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേ? കശജറത്തിൻ തയ്യിബത്തിൻ, അതൊരു നല്ല വടവൃക്ഷം പോലെയാണ്. അസ്ലുഹ സാബിതുൻ, അതിൻ്റെ വേരുകളൊക്കെ ഭൂമിയിൽ ആഴ്ന്നിറങ്ങി വളരെ ദൃഢമായി നിൽക്കുന്ന വേരുകളാണ് അവക്കുള്ളത്. ഫർഖുഹ ഫിസ്സമാ, അതിൻ്റെ ചില്ലകൾ ആകാശത്ത് പടർന്നു നിൽക്കുന്നതാണ്. തുഅതി ഉക്ലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, തൻ്റെ രക്ഷിതാവിൻ്റെ അനുമതിയോടുകൂടി അത് അതിൻ്റേതായ ഖനികൾ, അതിൻ്റെ ഫലങ്ങൾ അത് നൽകിക്കൊണ്ടേയിരിക്കും. വയദരിബുല്ലാഹുൽ അംസാല ലിന്നാസി, അല്ലാഹു ജനങ്ങൾക്ക് വേണ്ടി ഉദാഹരണങ്ങൾ പറഞ്ഞു തരികയാണ്. ലഅല്ലഹും യതദക്കറൂൻ, അവർ കാര്യങ്ങളെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുന്നത്. ഈ കലിമത്തുൻ തയ്യിബത്ത്, നല്ല വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്, വിശദീകരിച്ച് തരുന്നത്, അത് കലിമത്തു തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല എന്ന അല്ലാഹുവിൻ്റെ ഏകത്വത്തെപ്പറ്റി പറയുന്ന ആ വചനമാണ്. കലിമത്തു തൗഹീദാണ് ഏറ്റവും നല്ല ഒരു കലിമത്ത്, ഒരു വചനം. അതിനെപ്പറ്റി ഇവിടെ അള്ളാഹു പറഞ്ഞത് അതൊരു വേരുറപ്പുള്ള ഒരു വൃക്ഷം പോലെയാണ്. എന്ന് വച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന, അതിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വളരെ ദൃഢമായ ഒരു വേരുകളുള്ള, പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോഴേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യങ്ങൾക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും കൊടുങ്കാറ്റോ കാറ്റോ മഴയോ ഒക്കെ വരുമ്പോഴേക്ക് മറിഞ്ഞു വീഴുന്ന, അഥവാ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിവുള്ളവനാണ് ഈ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. വഫർഉഹ ഫിസ്സമാ, അതിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചില്ലകൾ, അഥവാ ഈ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി അത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്. അഥവാ എല്ലാവർക്കും അതുകൊണ്ട് ഗുണമേ ഉണ്ടാകുള്ളൂ. ആകാശത്തിലെ പറവകൾക്ക് ചെന്നിരിക്കാനുള്ള ചില്ലകളും കൊമ്പുകളും മനുഷ്യന് ആവശ്യമായ രീതിയിൽ അവന് പ്രയാസവും ബുദ്ധിമുട്ടും വെയിലും ചൂടും ആകുമ്പോൾ അതിൻ്റെ താഴെ തണലേകാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും പ്രയോജനം മാത്രം നൽകുന്ന, എന്നാൽ തൻ്റെ വിശ്വാസത്തിൽ, തൻ്റെ ഈ ഏകദൈവാരാധനയിലുള്ള അവൻ്റെ ആ ദൃഢമായ ബോധത്തിൽ അവൻ അടിയുറച്ചു നിൽക്കുകയും ചെയ്യും. മാത്രമല്ല തുഅതി ഉക്കുലഹ കുല്ല ഹീനിൻ, ഏതു സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അത് നൽകേണ്ട ഫലം അത് നൽകിക്കൊണ്ടേയിരിക്കും. വയദരിബുല്ലാഹുൽ അംസാൽ, അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഉദാഹരണം പറഞ്ഞു തരുന്നത് ലഅല്ലഹും യതദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത് നമ്മെപ്പറ്റിയും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെയും ഭാഗത്തെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഥവാ നമ്മൾ വിശ്വസിക്കുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏകദൈവാരാധന എന്ന് പറയുന്നത് അത് പെട്ടെന്ന് മറിഞ്ഞു വീഴേണ്ടതല്ല, അത് ദൃഢമായി നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, അതിൽ നിന്ന് വ്യതിചലിക്കാതെ, അത് കടപുഴകാതെ നിലനിൽക്കേണ്ടതാണ്. അതോടൊപ്പം ഇത് മറ്റുള്ളവർക്ക് മുഴുവൻ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് എല്ലാവർക്കും തണലേകുന്ന ഒരു വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ എന്താണോ ഈ വിശ്വാസം, അല്ലെങ്കിൽ എന്താണോ ഈ കലിമത്തു തൗഹീദ്, ആ കലിമത്തു തൗഹീദിൻ്റെ അതിൽ നിന്ന് ഉണ്ടാകേണ്ട ഫലം അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഏതു സാഹചര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, മരങ്ങൾ, വൃക്ഷങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ
ഒരു വലിയ ഒരു എന്തെങ്കിലും ഒരു മുന്തിരി കായ്ക്കുന്ന ഒരു തോട്ടത്തിൽ നമ്മൾ കുറച്ച് കൈപ്പങ്ങ കുഴിച്ചിട്ടു എന്ന് വിചാരിക്കുക. കൈപ്പങ്ങ കുഴിച്ചിട്ടിട്ട് മുന്തിരി ഉണ്ടെങ്കിൽ ഈ കൈപ്പങ്ങക്ക് ഒരിക്കലും അവിടെ ഒരു മധുരം വരൂല. ആ കൈപ്പങ്ങൻ്റെ കയ്പോട് കൂടി ഉണ്ടാവുള്ളൂ. എന്നാൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പരിസരങ്ങളിലൊക്കെ കൈപ്പങ്ങയാണല്ലോ, അതുകൊണ്ട് എൻ്റെ മുന്തിരി ഒരിക്കലും വിചാരിക്കൂല ഞാൻ എൻ്റെ മധുരമൊക്കെ ഒന്ന് മാറി ഞാൻ കുറച്ച് കയ്പ് സ്വീകരിക്കട്ടെ എന്ന് വിചാരിക്കൂല. ഇതാണ് യഥാർത്ഥത്തിലൊരു വിശ്വാസി. രൂഢമൂലമായ കൃത്യമായ വിശ്വാസം മനസ്സിലുള്ളവൻ്റെ കാര്യം അതാണ്. അവൻ്റെ ചുറ്റുപാട്, അവൻ ജീവിക്കുന്ന സാഹചര്യം, അവൻ ഏതൊരു സമൂഹത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും അവൻ്റെ വിശ്വാസവും അവൻ്റെ ആരാധനയും അതിന് ഒരു കോട്ടം തട്ടാതെ, അത് മറ്റുള്ളതിനെ സ്വാധീനിക്കാത്ത രീതിയിൽ തൂത്തി ഉക്കുലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അത് നൽകേണ്ട ഫലം എന്താണോ അതങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു റബ്ബർ മരത്തിൻ്റെ താഴെയൊക്കെ സാധാരണ പയറ് കൃഷി ചെയ്യാറുണ്ട് ആളുകൾ. എന്നാൽ ഒരിക്കലും ആ പയറിന് ഒരു അലാസ്തികത ഉണ്ടാവില്ല. റബ്ബറിൻ്റെ പോലെ ഇങ്ങനെ ഒരു അലാസ്തികത ആ പയറിന് ഉണ്ടാവില്ല. എൻ്റെ ചുറ്റും അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് അതാണല്ലോ. അപ്പം അതുപോലെയാണ് നമ്മൾ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ഒരു വിശ്വാസവുമായി ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. നമുക്ക് ചുറ്റും ഒരുപാട് വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ള ആളുകളുണ്ട്, വ്യത്യസ്തമായ വിശ്വാസമില്ലാത്തവരുണ്ട്, ഉള്ള വിശ്വാസത്തിൽ തന്നെ പല വ്യതിചലനങ്ങളുണ്ട്. ഇങ്ങനെ പല സാഹചര്യത്തിലും സന്ദർഭത്തിലും സമൂഹത്തിൻ്റെയും നടുക്ക് അവക്കിടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആ കാരണം കൊണ്ട് നമ്മിലെ രൂഢമൂലമായ വിശ്വാസത്തിനും തൗഹീദിനും അതിനൊരു കോട്ടം വരാൻ പാടില്ല. അത് എപ്പോഴും അതിൻ്റെതായ രീതിയിൽ നിലനിൽക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാണ് ഏറ്റവും ശരിയായ മതം. അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മതമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമല്ലാത്തൊരു മതത്തെ നിങ്ങളുടെ ദീനായി നിങ്ങൾ ആചരിച്ചാൽ, അങ്ങനെ ഒരു മതവിശ്വാസവുമായി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അതൊരിക്കലും നിങ്ങളിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. എന്താ സ്വീകരിക്കപ്പെടാന്ന നഷ്ടം? ഇസ്ലാമല്ലാത്തൊരു മതം വിശ്വാസം നമ്മൾ ആചരിച്ചാൽ അതൊരിക്കലും സ്വീകരിക്കപ്പെടില്ല. സ്വീകരിക്കണ്ട എന്നാണോ? അല്ല. അതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? അതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആഖിറത്തിലെത്തുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ അവൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അകപ്പെടും. അതേ പ്രശ്നമുള്ളൂ, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളും അനുഷ്ഠിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിൽ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസമായി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അത് ഏതാൾക്കും എങ്ങനെയും ഏത് രീതിയിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ അങ്ങനെ രീതിയിൽ നടക്കുന്നതാണ്. പക്ഷേ വഹുവ ആഖിറതി മിനൽ ഖാസിരീൻ, ആഖിറത്തിൽ അവൻ നഷ്ടപ്പെട്ടവനായി മാറും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ആഖിറത്തിൽ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ വിശ്വാസത്തിലും നമ്മളുടെ തൗഹീദിലും ഏകദൈവാരാധനയിലും നമ്മൾ വീഴ്ച വരാതെ ശരിക്ക് നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ഒരു വിഭാഗമാണ് നമ്മൾ, ഒരു കാലമാണ്. ഇനി നമ്മുടെ കാലത്തെപ്പറ്റി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോഴുള്ള കാലം. ഇപ്പോഴുള്ള കാലം എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവുമില്ലാതെ തന്നെ നമ്മുടെ വാക്കിൽ നിന്നോ നമ്മളുടെ എന്തെങ്കിലും ഒരു സംസാരത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു നാക്കുപിഴ സംഭവിച്ചാൽ പോലും അതൊരു വർഗീയ പരാമർശമാക്കുകയും വർഗീയതമായ വിശ്വാസങ്ങൾക്കും വർഗീയമായ പ്രസ്താവനകൾക്കും ഒരുപാട് മാർക്കറ്റ് ലഭിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്, വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. നമ്മളുടെ വാക്കിൽ നിന്ന്, നമ്മളുടെ സംസാരത്തിൽ, നമ്മളുടെ നിലപാടുകളിൽ അതിലൊക്കെ വർഗീയമായ വല്ല സംഗതികളും വരുന്നോ വരാതിരിക്കരുത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പണ്ടത്തെ പോലെയല്ല, പണ്ട് നമുക്ക് പല കാര്യങ്ങളും കുറച്ചുകൂടി വിശാലമായ രീതിയിൽ പറയാനും ഒക്കെ നമുക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതിൽ എന്തെങ്കിലും വർഗീയതയുടെ അംശം അതിൽ കുത്തി ചെലുത്തി അതുകൊണ്ട് നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ ക്രിസ്തുമസ് ഒക്കെ വരുന്ന ഒരു സന്ദർഭമാണ്. ക്രിസ്തുമസ്, ഓണം പോലെയുള്ള മുസ്ലിങ്ങളല്ലാത്ത മറ്റ് മതവിശ്വാസികളുടെ ആചാരങ്ങളും മറ്റ് മതവിശ്വാസികളുടെ ആഘോഷങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം. നമ്മളെ ഭാഗത്തു നിന്ന് വർഗീയമായ പരാമർശങ്ങൾ, വർഗീയമായ നിലപാടുകൾ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ വല്ലതും വന്നാൽ അത് നമുക്കെതിരിൽ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു വലിയ ദുഷിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. മാത്രമല്ല, ഇസ്ലാം ഒരിക്കലും വർഗീയതയെ ഇഷ്ടപ്പെടുന്നില്ല. വർഗീയതയ്ക്ക് യാതൊരു സ്ഥാനവും പരിശുദ്ധ ഇസ്ലാമിലില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ എത്രയോ കാലമായി മുസ്ലിങ്ങളായി ജീവിക്കുന്നവരാണ്. ചെറുപ്പം മുതൽ തന്നെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു പ്രദേശത്തിങ്ങനെ ജീവിക്കുന്നതാണ്. നമ്മുടെ ഒന്നും മനസ്സിൽ ഒരു അമുസ്ലിമായ ഒരാളോട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ വിദ്വേഷമോ അവനോടൊരു പകയോ അവൻ നശിക്കണമെന്നൊരാഗ്രഹമോ നമ്മുടെ ഒന്നും മനസ്സിൽ ഏതായാലും ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു പ്രദേശവും ഒരു ജില്ലയൊക്കെയാണല്ലോ നമ്മൾ. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും കുറച്ച് മാത്രം അല്ലെങ്കിൽ വർഗീയമായി കാര്യങ്ങൾ ചിന്തിക്കാത്ത ഒരു സമൂഹമാണ് നമ്മളൊക്കെ എന്നുള്ളത് നമ്മളുടെയൊക്കെ മനസ്സും നമ്മളുടെയൊക്കെ ചുറ്റുപാടും നമുക്കിടയിൽ ജീവിക്കുന്ന നമ്മളുടെ അമുസ്ലിം സഹോദരന്മാരോട് നമുക്കുള്ള നിലപാടുകളും വെച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ഒരു വർഗീയവാദിയാകാൻ കഴിയുക. ഒരിക്കലും ഒരാൾക്ക് കഴിയില്ലല്ലോ. എന്താണ് ഈ ആളുകൾ ഓരോരുത്തർ പറയണത്? ഇപ്പോൾ ചില ആളുകളൊക്കെ പറയണത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. ചില ഈ വർഗീയവാദികളായ ചില ആളുകൾ പറയാണ് ക്രിസ്ത്യാനികളുടെ അവരുടെ ക്രിസ്തുമസ് വരാൻ പോവാണ്, അതുകൊണ്ട് ക്രിസ്തുമസിന് അവരുടെ പീടികയിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങരുത്, അവരെ നിങ്ങൾ ബഹിഷ്കരിക്കണം, അവരെ നിങ്ങൾ ആ രീതിയിൽ കാണണം എന്നൊക്കെ ചില വർഗീയമായി ചിന്തിക്കുന്ന ചില ആളുകൾ പറയാന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് അതിനെപ്പറ്റി ആലോചിക്കാനേ പറ്റില്ല. അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല. അങ്ങനെ മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തും പലപ്പോഴും അതുപോലെയുള്ള പല സംസാരങ്ങളും നമുക്കും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശമോ അവിടെയുള്ള ഒരു കടകളോ മറ്റൊക്കെ ആണെങ്കിൽ ചില വർഗീയവാദികൾ പറയും അവിടുന്ന് സാധനം വാങ്ങരുത്, അതിൻ്റെ ലാഭം കിട്ടിയാൽ അത് മുസ്ലിങ്ങൾക്കാണ് കിട്ടുക, അത് നമുക്ക് കൊടുക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ ആളുകൾ തരം താഴ്ന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് ആർക്കും ഏതായാലും ചിന്തിക്കാൻ കഴിയില്ല. ഒരാൾ മറ്റൊരു മതവിശ്വാസിയായി എന്നതിൻ്റെ പേരിൽ അയാളെ തല്ലിക്കൊന്ന് അയാളെ നിഷ്ഠൂരമായി തല്ലിക്കൊല്ലുന്ന കഥകൾ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വായിക്കുമ്പോൾ നമുക്കൊക്കെ എന്താ തോന്നുക? എന്തൊരു മനുഷ്യന്മാരാണ് ഇയാൾ. ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഒരു സാധുവായ മനുഷ്യനെ, അയാൾ ഏത് മതവിശ്വാസിയാണെങ്കിലും അങ്ങനെ ഉണ്ടോ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പറ്റും? എങ്ങനെയാണ് ആളുകൾക്ക് തല്ലിക്കൊല്ലാനുള്ള ഒരു മനസ്സ് വരിക എന്നാണല്ലോ നമുക്കൊക്കെ ആലോചിക്കാൻ തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മളെല്ലാവരും മുസ്ലിങ്ങളായ ആളുകൾക്കൊക്കെ അവരുടെ മനസ്സൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മളൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വർഗീയവാദിയാകരുത് എന്ന് നമ്മൾ പ്രത്യേകമായി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആരും വർഗീയവാദികളെ അല്ല. നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരങ്ങളിലും ഒരു മനുഷ്യനും വർഗീയവാദിയല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വശം നമ്മൾ വർഗീയവാദിയായി ചാപ്പ കുത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വാക്കും പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്ന സംഗതികളും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമും അങ്ങനെ നമ്മളെ ആരെയും പഠിപ്പിക്കണില്ല. ഒരു മുസ്ലിം അല്ലാത്ത ഒരാളോട് എന്തെങ്കിലും നിസ്സഹകരണം
അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു ചിന്ത അത് പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളയും അബൂബക്കർ സിദ്ദീഖും മാത്രമാണല്ലോ ഹിജ്റ പോയിരുന്നത്. മറ്റാരും കാണാതെ അവർ ഹിജ്റ പോവുകയാണ്. അവരെ കണ്ടെത്തി കൊടുത്താൽ എത്രയോ, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് അവർക്ക് പ്രതിഫലമുണ്ട്. അന്ന് അവർ പ്രഖ്യാപിച്ച 100 ഒട്ടകമാണ്. 100 ഒട്ടകം ഇവരെ കണ്ടെത്തിക്കുന്ന ആളുകൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വഴികാട്ടിയായി ഒരു മനുഷ്യനെ സ്വീകരിക്കുകയും അദ്ദേഹം കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെയാണല്ലോ മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയത്. ആ വഴികാട്ടി മുസ്ലിം ആയിരുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു അമുസ്ലിമായ ഒരു മനുഷ്യന്റെ അയാൾ വഴികാട്ടിയായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ മദീനയിലേക്ക് ഹിജ്റ പോയത്. അതിൽ 2 വശമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വളരെ വിശ്വസ്തരായ അമുസ്ലിം ആയ ചില ആളുകളെയും നമ്മളവിടെ ഓർക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇത്ര പ്രതിസന്ധി നടന്ന ഒരു സന്ദർഭത്തിൽ ഒരു അമുസ്ലിമിനെ കൂടെ കൊണ്ട് വഴി കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും കൂടെ കൂട്ടുമോ? പക്ഷെ ഒരു വാക്ക് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ അത് വഞ്ചിക്കാത്തവരായിരുന്നു. അങ്ങനത്തെ മനുഷ്യന്മാരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അങ്ങനെയാണ് ആ ഒരു ബന്ധം പരിശുദ്ധ ഇസ്ലാം അത് ആ തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. എന്നും അതിലൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഈ പരിശുദ്ധ ഇസ്ലാം കൊണ്ടു നടന്നിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ അവരുടെ സഹാബാക്കളിൽ പലരുടെയും മാതാപിതാക്കൾ അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നല്ലോ. അവരുമായിട്ട് നല്ല ബന്ധമാണല്ലോ അവർ പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ വസിയത്ത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വല്ലവരും മരണമാസന്നമാവുകയും നിങ്ങൾക്ക് സമ്പത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യാൻ മറക്കരുത്. ഹക്കൻ അലൽ മുത്തഖീൻ എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഒരു മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കളും അടുത്ത ബന്ധുക്കൾക്കും വസിയത്ത് ചെയ്യൽ അവരുടെ ബാധ്യതയാണ്. ആരാണ് എങ്ങനത്തെ മാതാപിതാക്കളെ പറ്റിയാണ് ഈ പറയണത്? മുസ്ലിമായ മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് വസിയത്ത് ചെയ്യേണ്ട ആവശ്യമല്ല. അവർക്ക് അനന്തര സ്വത്തുണ്ട്. അനന്തര സ്വത്തുള്ള ആളുകൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ലാ വസിയത്ത് ലി വാരിസിൻ, അനന്തരാവകാശ സ്വത്ത് കിട്ടുന്ന ആളുകൾക്ക് എന്റെ മരണശേഷം ഇന്നത് കൊടുക്കണം എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്താൽ അതിനൊരു ഫലമില്ല ഇസ്ലാമിന്. എന്നിട്ടും വിശുദ്ധ ഖുർആൻ ഇവിടെ മാതാപിതാക്കൾക്ക് വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഈ വസിയത്ത് ചെയ്യപ്പെടുന്ന ആളുകൾ? മുസ്ലിം അല്ലാത്ത മാതാപിതാക്കൾ. മുസ്ലിം അല്ലാത്ത മാതാപിതാക്കൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു 2 മതവിശ്വാസികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനന്തരാവകാശം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മുസ്ലിമാണ് നിങ്ങളുടെ മാതാപിതാക്കളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വസിയത്ത് ചെയ്യണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവതരിച്ചതിനാണല്ലോ വിശുദ്ധ ഖുർആനിലെ ഈ അഹ്ലു കിതാബ്, വേദം നൽകപ്പെട്ട ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകളുടെ അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അവരെ ഭക്ഷണം നിങ്ങൾക്ക് അൽയൗമു ഹില്ലലക്കും അത്വയ്യിബാത്ത് വതആമുൽ ലദീന ഊതുൽ കിതാബ ഹില്ലുലക്കും വതആമുക്കും ഹില്ലുലഹും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്കും അവരുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾക്കും അല്ലാഹു അനുവദിച്ചതാണ്. അത് അനുവദിച്ചതാണെന്ന് പറയുകയുണ്ടായത് മാത്രമല്ല, വൽ മുഹ്സനാത്തി മിനൽ മുഅ്മിനാത്തി വൽ മുഹ്സനാത്തി മിൻ ഊതുൽ കിതാബ് മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട സ്ത്രീകൾ, ഭർത്താക്കന്മാരില്ലാത്ത വിവാഹിതരല്ലാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്നും പറഞ്ഞു. അത്രയധികം ഈ മറ്റു മതത്തിൽപ്പെട്ട മുസ്ലിം അല്ലാത്ത ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ജൂത പെണ്ണിനെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്ന് പറയുന്ന അതിനേക്കാൾ ആ സ്നേഹബന്ധം പിന്നെ എവിടെയാണ്? ആ വരുന്ന ആ സ്ത്രീ ഒരു ജൂത സ്ത്രീയാണെങ്കിലും ക്രിസ്ത്യൻ സ്ത്രീയാണെങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നതിന് വിശുദ്ധ ഖുർആൻ തന്നെ അതിന് അനുമതി നൽകണം. അതാണ് ആ ബന്ധത്തിന്റെ കാര്യം. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫമൻ ശഅ ഫൽയുമിൻ വമൻ ശഅ ഫൽയക്ഫുർ. നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം, വിശ്വാസം കൈവടിയുന്ന ആളുകൾക്ക് കൈവടിയാം. അതൊരു വിരോധമുള്ള കാര്യമല്ല. പക്ഷേ വിശ്വസിച്ച ആളുകൾക്ക് ഇന്ന ഗുണങ്ങളുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ
പരലോകത്ത് ജീവിതം നഷ്ടപ്പെടും വിശ്വാസികളല്ലാത്ത ആളുകൾ. അത്രയേ ഉള്ളൂ. ദുനിയാവുമായിട്ട് അവർ ആ രീതിയിൽ തന്നെ സഹവർത്തിത്തോടെയും സ്നേഹത്തോടെയും തന്നെ വർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് വർത്തിക്കേണ്ടത് എന്നാണ് ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഒരു മുസ്ലിം അമുസ്ലിം എന്നുള്ള ഒരു വിദ്വേഷത്തിൻ്റെയോ പകയുടെയോ വർഗീയതയുടെയോ ഒരു തലം ഈ ബന്ധങ്ങളിലില്ല. അത് സഹവർത്തിത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി പരസ്പരം വർത്തിക്കേണ്ടവരാണ് നമ്മൾ. പ്രത്യേകിച്ചും നമ്മൾ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ മുസ്ലിം അല്ലാത്ത ഒരു സഹോദരനെ പറ്റിയോ ഒരു സഹോദരിയെ പറ്റിയോ അവർക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ അവരെ ഒരു വർഗീയതയുടെ അംശം പറഞ്ഞു പോകുന്ന തോന്നുന്ന രീതിയിൽ പോലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതാണ് നമ്മെ നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ കൽപ്പിക്കപ്പെട്ട മറ്റൊരു സംഗതിയാണെന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന വിശ്വാസം. ആ വിശ്വാസം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏകദൈവാരാധന എന്നുള്ളതാണ്. അതാണ് ഇസ്ലാം മതവും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം കുടികൊള്ളുന്നത് ഏകദൈവാരാധനയുടെ വിഷയത്തിലാണ്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക, അവന് മാത്രം സാഷ്ടാംഗം ചെയ്യുക, അവന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുക. ബാക്കി അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം സൃഷ്ടികളാണ്. ലോകത്ത് മനുഷ്യർ ദൈവങ്ങളായി കണക്കാക്കുന്ന എന്തൊക്കെ ഉണ്ടോ അത് പ്രപഞ്ചകർത്താവായ സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത മറ്റെന്തൊക്കെ ദൈവങ്ങളായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്നവരായിട്ടോ ഉണ്ടോ അതൊക്കെ സൃഷ്ടികളാണ്. അവരെല്ലാം സൃഷ്ടികളാണ്. ആ സൃഷ്ടികളൊക്കെ ആരാധനയുടെ വിഷയത്തിൽ ഒരുപോലെയാണ്. അത് മനുഷ്യനായാലും മലക്കുകളായാലും ജിന്നുകളായാലും പിശാചായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവരൊരു വിധാനത്തിലും അവയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് അവയൊക്കെ മുഴുവൻ ഈ ഉയിര് നൽകിയ പടച്ച തമ്പുരാൻ അവരിൽ നിന്നൊക്കെ ഉന്നതനും ആയിരിക്കെ അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്തത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളോടാണ്. മാതാപിതാക്കളെക്ക് നിങ്ങൾ നന്മ ചെയ്യാറുള്ളത് അത് ഏത് മതവിശ്വാസിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും മാതാക്കളാണോ പിതാവാണോ മാതാപിതാക്കളാണോ അവർക്ക് നന്മ ചെയ്തേ പറ്റൂ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തോളണം. പക്ഷേ അവര് നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായിക്കൊണ്ട് മറ്റാരെങ്കിലും ആരാധിക്കാനോ മറ്റാരെങ്കിലും പ്രാർത്ഥിക്കാനോ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കരുത്. വസാഹിബു അത് അനുസരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അവരോട് രണ്ടുപേരോടും അവര് ഈ പറഞ്ഞ സംഗതി നിങ്ങൾ കേൾക്കരുത്, എന്നാൽ അവരോട് രണ്ടുപേരോടും നിങ്ങൾ വളരെ മാന്യമായി വർത്തിക്കാൻ പാടുള്ളൂ. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ നിങ്ങൾ അവരോട് മാന്യമായി വർത്തിക്കണം. പക്ഷേ നിങ്ങളോട് വിഗ്രഹത്തെ ആരാധിക്കാൻ പറഞ്ഞാൽ, അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ, സൃഷ്ടികളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കരുത്. അവിടെ നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ പോലും കേൾക്കരുത്. അങ്ങനെ കൃത്യമായി വ്യവച്ഛേദിച്ച് നമുക്ക് നൽകിയതാണ് ഈ വിശുദ്ധ ദീൻ. ആ ദീൻ അനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കുറേ ചില സംഗതികൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഖുർആൻ പറയും, തിൽക ഹുദൂദുള്ള, ഇതൊക്കെ അല്ലാഹു നിശ്ചയിച്ച ചില അതിരുകളാണ്. ഫലാ തഖറബൂഹ, ആ അതിരുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. അള്ളാഹു നിശ്ചയിച്ച അതിരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ ചാടിക്കടക്കാൻ ശ്രമിക്കരുത്.
വിശ്വാസികളുടെ ഒരു ഗുണം പായിക്കൊണ്ട് തന്നെ പറഞ്ഞു, വൽ ഹാഫിദൂന ലി ഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്ക്, അള്ളാഹുവിൻ്റെ അതിരുകളെ അവർ ശരിക്കും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് വതിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ ഈ പറയുന്നതൊക്കെ അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ അതിരുകളാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സ, ഈ അതിരുകൾ ആരെങ്കിലും ലംഘിച്ചാൽ ഫഖദ് ളലമ നഫ്സ, അവനോട് തന്നെ അക്രമം ചെയ്തു. അപ്പൊ ഈ അതിരുകൾ ഒരിക്കലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത അതിരുകളാണ് വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ക്രിസ്തുമസ് വരാൻ പോവാണ്. ക്രിസ്തുമസിൽ അതിരുകൾ ലംഘിക്കുന്ന വശങ്ങളുണ്ട്, അല്ലാത്ത സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗങ്ങളും പാഠങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ക്രൈസ്തവരായ സുഹൃത്തുക്കൾ ഉണ്ടാവും, സ്നേഹിതന്മാരുണ്ടാവും, കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാവും, കൂടെ നമ്മളുടെ മറ്റു പല കാര്യങ്ങളും നമ്മളായിട്ട് ഇടപഴകുന്ന ആളുകളുണ്ടാവും. ആ സൗഹൃദത്തിൻ്റെ വശവുമായി ബന്ധപ്പെട്ട് അവരുമായി പല നല്ല ബന്ധങ്ങളും നമുക്കുണ്ടാവും. അതൊക്കെ പൊട്ടാതെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരിക്കലും നമ്മെപ്പറ്റി അവർക്കൊരു വർഗീയവാദി എന്നൊരു തോന്നൽ പോലും ഉണ്ടാകാതിരിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അവരുടെ മതത്തിൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകാൻ പാടില്ല. അത് മുസ്ലിങ്ങളുടേതും അങ്ങനെ തന്നെയാണ്, ഹൈന്ദവരുടേതും അങ്ങനെ തന്നെയാണ്. അവർ ഏത് മതവിശ്വാസികൾക്കും അവരുടേതായ ചില പ്രത്യേക ആരാധനാ കർമ്മങ്ങളും മറ്റൊക്കെ ഉണ്ടാകും. അത് അവർ ഭംഗിയായി പാലിച്ചു ജീവിക്കട്ടെ. അതിന് ഇന്ത്യ രാജ്യത്തും സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ മനസ്സിലും അതിന് അവർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതാണ്. ഇപ്പോൾ ശബരിമല സീസണായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ നിങ്ങൾ ചിലപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് അവർക്ക് നോൺ വെജ് കൊടുത്താൽ അവർ പറയും വേണ്ട, ഇപ്പം പറ്റില്ല, ഞാൻ മാലിട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇറച്ചി കൂട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മാനിക്കുകയാണ് വേണ്ടത്. അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയാനില്ല. അത് അവൻ്റെ മതത്തിൻ്റെ ഭാഗമാണ്, മതത്തിൻ്റെ വിശ്വാസമാണ്. അവൻ കറുത്ത തുണിയെടുത്ത് അവന് നടക്കണം, അത് മതത്തിൻ്റെ ഭാഗമാണ്. ആ കറുത്ത തുണിയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അതിനെ ചെറുതാക്കി കാണാനോ ഒന്നും പാടില്ല. അത് അവരുടെ മതത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിക്കുന്ന ഒരു സംഗതിയാണ്. ആ കറുത്ത തുണി മാറ്റി ഇതുടുക്ക്, വെള്ള തുണി എടുക്കുക എന്ന് പറയാൻ നമുക്കൊരു അവകാശമില്ല, അവരുടെ ഭാഗം. അതുപോലെ തന്നെയാണ് ക്രൈസ്തവ സഹോദരന്മാർക്ക് അവരുടെ മതത്തിൻ്റെ ഭാഗമായി ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് അവർ പുൽക്കൂടുകൾ ഉണ്ടാക്കും. അത് യേശുക്രിസ്തു ജനിച്ചത് ഈ ഡിസംബർ 25-നാണ് അവരിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. ആ വിശ്വസിക്കുന്ന ആളുകളാണ് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം എന്ന രീതിയിൽ അത് കൊണ്ടാടുന്നത്. അപ്പം അതിനനുസരിച്ച് അവർക്ക് ആ മതത്തിൻ്റെ ഭാഗമായി അവരതിനൊരു സ്റ്റാർ ഉണ്ടാകും. ആ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവരെ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് മറ്റു മാലോകരെ അറിയിച്ചുകൊണ്ട് ആകാശത്ത് തെളിഞ്ഞ ഒരു നക്ഷത്രമായിരുന്നു. അതിനെ ഓർമ്മിക്കാനാണ് അവരത് ചെയ്യുന്നത്. പുൽക്കുടിലുകൾ എന്ന് പറഞ്ഞത് യേശുക്രിസ്തു ജനിച്ചത് അവർ ഒരു പുൽത്തട്ടിയിലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂടെ അവർക്ക് അവരുടേതായ ഗാനങ്ങളുണ്ട്, അലലൂയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗാനങ്ങൾ അവരുടെ മതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നു. ആ അതൊക്കെ അവർ ചെയ്യാം, അതൊക്കെ അവർ ചെയ്യട്ടെ. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, അവരുടെ മതത്തിൻ്റെ ഭാഗമാണ്. അത് അവർക്ക് അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളും കൂടി ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണം, നമ്മളെ കൂടെ കൂടിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായ ഹൈന്ദവ സഹോദരന്മാരും ക്രിസ്തീയ സഹോദരന്മാരൊക്കെ തെക്ബീർ ചെല്ലണം എന്ന് നമ്മൾ പറയാൻ എന്തൊരു ആഭാസമാണത്. അത് പറയാൻ നമുക്ക് വല്ല അവകാശമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ പള്ളി വരണം, പള്ളി വന്നിട്ട് നിങ്ങളും നമ്മളെ കൂടെ ഈ നിസ്കാരത്തിലൊക്കെ പങ്കെടുക്കണം, അതല്ലെങ്കിൽ ബലിയെറുക്കുന്നിടത്ത് വരി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതൊക്കെ ഇസ്ലാം മതവിശ്വാസികളുടെ അവരുടെ മതത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങളാണ്. അത് മറ്റുള്ള മതവിശ്വാസികൾ അത് വിശ്വസിക്കാത്തവരാണ്, അവർക്കത് അവരുടെ മതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരെ അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെ നമ്മൾ വർഗീയവാദികളോ മതവിദ്വേഷികളോ എന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ചില അതിരുകൾ നിർണയിച്ചിട്ടുണ്ട്. ആ അതിരുകൾ ലംഘിക്കരുത്. നമ്മുടെ പാഠശാലകളിലും
നമ്മളുടെ മറ്റു പൊതുസ്ഥലങ്ങളിലൊക്കെ ഇത്തരം അതിരുകൾ ഏറ്റവും കൂടുതൽ ലംഘിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇത്തരം ആരാധനാ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ആ മതവിശ്വാസികളെക്കാൾ കൂടുതൽ ആവേശത്തിലും ഭംഗിയായിട്ട് നമ്മുടെ ഇസ്ലാം മത വിശ്വാസികളെയാണ് നമുക്ക് കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മതം നമ്മെ പഠിപ്പിക്കുന്നില്ല. അസ്ലുഹ സാബിത്തുൻ വ ഫർഉഹ ഫിസ്സമ തുഅതി ഉകുലഹ കുല്ലഹീൻ. ഓരോരുത്തരും അവൻ്റേതായ ഫലമാണ് ഉണ്ടാകേണ്ടത്. ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മളുടെ ഒറിജിനലായിട്ടുള്ള ഫലം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഈ വരാൻ പോരുന്ന ദിവസങ്ങളിൽ നമ്മൾ മതമായി അവർ ആചരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകുന്നത് ശരിയല്ല. എന്നാൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഭാഗമായി ഉള്ള കാര്യങ്ങളും അതൊക്കെ നമ്മളുടെ സ്നേഹബന്ധത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ അതിലൊക്കെ ഭാഗവാക്കാവുകയും അവരുടെ സന്തോഷത്തിൽ നമ്മളും ആ രീതിയിൽ അവരെ സന്തോഷിക്കുന്നത് ആ രീതിയിൽ നമ്മൾ കാണുകയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ ആരാധനാ കർമ്മങ്ങളിൽ ഈ ക്രിസ്തുമസ് കൊണ്ടാടി ക്രിസ്തുമസ് ആഘോഷിച്ച് ക്രിസ്തുമസിൻ്റെ എല്ലാ അർത്ഥങ്ങളും ചെയ്യാൻ അത് ഒരു വിശ്വാസിക്ക്, ഏകദൈവാരാധനയിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക്, ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ശരിയല്ല. അത്തരം കാര്യങ്ങളിൽ ജാഗ്രതയോടെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ അവൻ്റെ സാലിഹായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.